കരിക്ക് കരിക്ക് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കരിക്കിന്റെ ഫുട്ബോൾ വീഡിയോസ് ആ വേൾഡ് കപ്പിന്റെ സമയത്താണ് അവർ തുടങ്ങിയതെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ അവർ ഒരു മാസത്തിൽ 4-5 വീഡിയോസ് വെച്ചിട്ട് ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓണത്തിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്രിസ്മസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അടുത്ത വിഷുവിനായി അല്ലെ, അങ്ങനെ ഒരു വർഷത്തിൽ 4-5 എപ്പിസോഡ് ആ രീതിയിലൊക്കെ അത്രയും പോയി അവർ അങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവർ ഇറക്കുകയാണെങ്കിൽ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ പണ്ട് വെറും കോമഡി എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിൽ കോമഡി മാത്രം ഫോക്കസ് ചെയ്തിരുന്ന സംഭവമായിരുന്നു പണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിൽ റീവാച്ച് ചെയ്യാം. പണ്ടത്തെ കരിക്കിൻ്റെ സീരീസ് ആണെങ്കിൽ അതേപോലെ തന്നെ കരിക്കിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് റീവാച്ച് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ആ റീവാച്ച് ചെയ്യുമ്പോൾ പിന്നെ ചിരി വരും. ഇപ്പോഴും നമ്മൾ പല സംഭവങ്ങളും കാണലുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സിനിമ പോലെ ആ രീതിയിൽ ഒരു കഥ ഫോക്കസ് ചെയ്തിട്ട് കോമഡി കുറച്ചിട്ട് കഥ ഫോക്കസ് ചെയ്തിട്ട് കണ്ടന്റ് ഫോക്കസ് ചെയ്തവർ ചെയ്യണത്. പക്ഷെ അതിനോട് വലിയ കരിക്ക് എന്ന് പറയുമ്പോ എന്താ കോമഡി, കഥ ഒരിക്കലില്ല കോമഡി. കാരണം അത് വെച്ച് നോക്കാൻ ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു മറ്റേ കുഡൂസ് മീഡിയ പറഞ്ഞിട്ടൊരു ചാനൽ. കാരണം അവരുടെ ഫസ്റ്റ് തൊട്ട് പൊട്ട വരെ വീഡിയോസ് ഫുൾ കോമഡി, കഥയൊന്നുമില്ല, കോമഡി ഭയങ്കര എന്റർടൈൻ ആവും. ബോറടി പറഞ്ഞാൽ ഇപ്പൊ കരിക്കിന്റെ കേസ് പറഞ്ഞാൽ റീവാച്ച് ചെയ്യാനുള്ള ആ സംഭവങ്ങളുണ്ട്.